സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സസ് സമരം 3-ാം ദിവസവും തുടരുകയാണ്. സംസ്ഥാനത്തെ 23 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന ശമ്പളം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നത്. ഇന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും ആശുപത്രി മാനേജ്മെന്റിനെയും ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അനീഷ് ദേവസിയാണ് ചേരുന്നത്. അനീഷ്, ഇന്നിതാ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു സമരം ഇന്നിതാ 3-ാം ദിവസവും തുടരുന്ന സാഹചര്യം കൂടിയാണ്. ഗുഡ് മോർണിംഗ് ശ്രീനിധി. ഏതായാലും ഈ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുമുള്ള സമരം 3-ാം ദിവസം തുടരുകയാണ്. സംസ്ഥാനത്തെ 23 ആശുപത്രിയിലെ നഴ്സുമാരാണ് അനിശ്ചിതകാല സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കോഴിക്കോട് ജില്ലയിലെ 7 ആശുപത്രിയിലെ നഴ്സുമാരാണ് സമരത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ നഴ്സുമാരുടെ സംഘടനയായ UNAയും പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റും തമ്മിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും സമരവുമായി നഴ്സുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. നഴ്സുമാരുടെ പ്രധാന ആവശ്യം ഇപ്പം നിലവിൽ അവരുടെ മിനിമം വേതനം 24,400 രൂപയാണ്. അത് 40,000 രൂപയാക്കി ഉയർത്തുക, അതുപോലെ തന്നെ ഡ്യൂട്ടി ഷിഫ്റ്റിലെ അപാധകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളാണ് നഴ്സുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നഴ്സുമാർ സമരത്തിന് ഇറങ്ങിയതോടെ പല ആശുപത്രികളിലും പ്രവർത്തനം മന്ദഗതിയിലായിട്ടുണ്ട്. എങ്കിലും കുറച്ച് നഴ്സുമാർ ഡ്യൂട്ടിയിൽ ഉള്ളതിനാൽ തന്നെ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതലും നിലച്ചിട്ടില്ല. പ്രധാനമായും ഈ കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ ആശുപത്രിയിലെ പ്രവർത്തനമാണ് മന്ദഗതിയിലായിരിക്കുന്നത്. കാരണം ഈ ജില്ലകളിലാണ് കൂടുതലും ആശുപത്രികൾ ഈ നഴ്സുമാരുടെ ആവശ്യത്തോട് അംഗീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നത്. ഏതായാലും ഇന്ന് ഈ തൊഴിൽ വകുപ്പിന്റെ ഒരു ചർച്ച UNAയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. ഈ ചർച്ചയിൽ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് UNAയുടെ അവർ പ്രതീക്ഷിക്കുന്നത്. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം വീണ്ടും ശക്തമാക്കാനാണ് നഴ്സുമാരുടെ സംഘടനയായ UNAയുടെ തീരുമാനം. ശ്രീനിധി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.